Hi, my dear students. കേരള SLC പരീക്ഷയുടെ റിവിഷൻ ക്ലാസ്സുകൾ അരിത്തമെറ്റിക് സീക്വൻസും സമാന്തര ശ്രേണിയുടെയും വൃത്തങ്ങൾ സർക്കിൾസിന്റെ ഒക്കെ റിവിഷൻ ക്ലാസ് നിങ്ങൾ കേട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്സും ഒക്കെ അത് താഴെ കമന്റ് സെക്ഷനിൽ ഇടാം. അതിലുള്ള ഡൗട്ട്സുകളും നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഇടാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയില് ടാൻജൻസ് തൊടുവരകൾ എന്താണ് എന്നാണ് പറയാൻ പറ്റുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എളുപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറയാൻ പോകുന്നത്. വളരെ എളുപ്പം ഉയർന്ന നല്ല മാർക്കുള്ള ചാപ്റ്ററാണ് ടാൻജൻസ് തൊടുവരകള്. അപ്പൊ നിങ്ങൾ വളരെ എളുപ്പം നന്നായി പഠിച്ച് ചെയ്യാവുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എളുപ്പം ഒന്ന് റിവിഷൻ ക്ലാസ് ആണിത്. അപ്പൊ ഞാൻ നിങ്ങൾ സാധാരണ ക്ലാസ് പോലെ എല്ലാ ടോപ്പിക്കും വിശാലമായി പറയുകയല്ല, നിങ്ങൾക്ക് എളുപ്പം ഇത് ഓർത്തിരിക്കാൻ പാകത്തിന് എളുപ്പം പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പൊ എങ്കിലും ഈ ടാൻജൻസ് ഒന്ന് നന്നായി പഠിക്കുന്നത് എപ്പോഴും നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പൊ ഈ റിവിഷൻ ക്ലാസ്സിൽ ടാൻജൻസ് എന്താ? ടാൻജൻസ് എന്ന് വെച്ചാൽ ഒരു വൃത്തത്തില് ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടാൻജൻസ് പറയാം. ഒരു വൃത്തത്തില് ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈൻ, അതിനെയാണ് ടാൻജൻസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ടാൻജൻസ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ടാൻജൻസ് മലയാളത്തിൽ അതിനെ തൊടുവരകൾ എന്ന് പറയും. തൊടുവരകൾ. ഓക്കെ, ഈ തൊടുവരകൾ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തത്തിന്, മക്കളെ ശ്രദ്ധിക്കുക, ഒരു വൃത്തത്തിലൂടെ ഒരു പോയിന്റ് മാത്രം ടച്ച് ചെയ്തത് പോകുന്ന ലൈൻ, ഒരു വൃത്തത്തിലെ ഒരു പോയിന്റ് മാത്രം, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റിലൂടെ മാത്രം ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയുള്ള ലൈനുകളെ നമ്മൾ തൊടുവരകൾ എന്ന് പറയും. രണ്ട് പോയിന്റിലൂടെ മാത്രം, രണ്ട് പോയിന്റിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നില്ല, ഇത് ടാൻജന്റ് ആണ്. ഇതിനെ നമ്മൾ സീക്കൻഡ് എന്നാണ് പറയുക, സീക്കൻഡ്. ഓക്കെ, അപ്പം ഇത് തൊടുവര എന്ന് പറയും. തൊടുവര എന്താണ്? അപ്പം ഇതാണ് ടാൻജൻസ്. എന്താണ് മനസ്സിലായില്ലേ? അപ്പൊ ഒരു വൃത്തത്തില് എന്തുമാത്രം ടാൻജന്റ് വരയ്ക്കാൻ പറ്റുമായിരിക്കും? ഒട്ടനവധി ടാൻജന്റ് വരയ്ക്കാം. കാരണം എന്താ? ഒരു വൃത്തത്തില് ഒട്ടനവധി പോയിന്റുകൾ ഉണ്ട്. ഓക്കെ, ഒട്ടനവധി പോയിന്റ്, എല്ലാ പോയിന്റിലൂടെ ഓരോ ടാൻജന്റ് വരയ്ക്കാം. ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലൂടെ ടാൻജന്റ് വരയ്ക്കാം, അല്ലെ? ശരിയല്ലേ? എല്ലാ പോയിന്റിലൂടെയും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു വൃത്തത്തില് ഒട്ടനവധി പോയിന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൃത്തത്തിൽ എന്തുമാത്രം ടാൻജന്റ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഒട്ടനവധി ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, എല്ലാ പോയിന്റിലും ഒത്തിരി ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് ടാൻജന്റുമായി ബന്ധപ്പെട്ട പ്രത്യേകത? അപ്പോൾ ഒരു വൃത്തത്തിൽ ഒട്ടനവധി പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ ഒത്തിരി ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഇനി ഈ ടാൻജന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഓക്കെ, ഒരു വൃത്തത്തിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നു. ആ ടാൻജന്റ് വൃത്തത്തിൽ ഒരു പോയിന്റിലൂടെ മാത്രം ടച്ച് ചെയ്ത് പോകുന്ന ലൈനാണ്, ഇതിനെ ടാൻജന്റ് എന്ന് പറയാ. ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, വൃത്തത്തിന്റെ സെന്ററിൽ നിന്നും ടാൻജന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി. ഓക്കെ, ടാൻജന്റും റേഡിയസും എല്ലായ്പ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. റേഡിയസ് എല്ലായ്പ്പോഴും പെർപെൻഡിക്കുലർ ടു ടാൻജന്റ് ആയിരിക്കും. ആരം എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? തൊടുവരയ്ക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരം പെർപെൻഡിക്കുലർ ടു തൊടുവരയായിരിക്കും. ഓക്കെ, അപ്പം ഒരു വൃത്തത്തിൽ ഏതൊരു പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റും ശ്രദ്ധിക്കുക, അതിന്റെ റേഡിയസിന്, ആരത്തിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഇനി ശ്രദ്ധിക്കാം, ഒരു വൃത്തത്തിലെ ഒരു വെളിയിലുള്ളൊരു പോയിന്റിൽ നിന്ന് ശ്രദ്ധിക്കുക, ഒരു വൃത്തത്തിലെ വെളിയിൽ നോക്കുക, ഒരു ടാൻജന്റ് നമ്മളിങ്ങനെ വരച്ചു. ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞല്ലോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, ഇത് റേഡിയസ് ആണെന്ന് വെച്ചോ. ഇത് വെളിയിലുള്ള പോയിന്റിൽ നിന്നും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് ലെങ്ത് ഓഫ് ടാൻജന്റ് ആണ്. ഇതിപ്പോ ബി എടുത്തു കഴിഞ്ഞാൽ ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താ മക്കളെ പൈതഗോറസ് തിയറം? മക്കളെ ഓർമ്മയുണ്ടല്ലോ, എന്താ പൈതഗോറസ് തിയറം? ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനീസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ. എന്താണ് ആർ ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ. ടി ഇസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എന്താ ബി? ബി എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്നും ഈ എക്സ്റ്റേണൽ വെളിയിലേക്കുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അകലം. എന്താ ആർ? ആർ എന്ന് പറഞ്ഞാൽ ആരം, റേഡിയസ്, അതാണ് ആർ. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടാൻജന്റിന്റെ ലെങ്ത്, ലെങ്ത് ഓഫ് ടാൻജന്റ്, ടാൻജന്റിന്റെ ലെങ്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചത്. ഈ എന്താ? ഈ ബിയും ആറും ടിയും തമ്മിലുള്ള റിലേഷൻ, ബിയും ആറും ടിയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ദെൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സർക്കിളിന്റെ വെളിയിലുള്ള ഒരു പോയിന്റ്. ഓക്കെ, സർക്കിളിന്റെ വെളിയിൽ ഉള്ള ഒരു പോയിന്റ്. ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റുകൾ വരയ്ക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, സർക്കിളിന്റെ വെളിയിലുള്ളൊരു പോയിന്റ്, ഈ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റുകൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് ടാൻജന്റുകളും ഈക്വൽ ഇൻ ലെങ്ത് ആയിരിക്കും. അതെങ്ങനെ വരും എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഈ സർക്കിൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് സെന്റർ O ആണ്. നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആയി മാറി. ആ രണ്ട് ട്രയാങ്കിളുകൾ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് വരയ്ക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. സെക്കൻഡ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. സെക്കൻഡ് ട്രയാങ്കിൾ ഇങ്ങനെയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി. ഈ ആംഗിൾ എന്താ? 90. അത് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോ നമ്മള് പി എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ടി എടുത്തു കഴിഞ്ഞാൽ ടി എ, ഇത് ബി അല്ലേ? അപ്പൊ ആംഗിൾ ടി എ ഒ, ആംഗിൾ ടി എ ഒ എന്ന് പറയുന്നതും ആംഗിൾ ടി ബി ഒ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കുന്നത് മാത്രമല്ല അത് 90 ഡിഗ്രി ആയിരിക്കും. അടുത്തത് നോക്കുക, ഒ എ ഈക്വൽ ടു എന്തായിരിക്കും? ഒ ബി എ ആയിരിക്കും. കാരണം എന്താ? അത് റേഡിയസ് ആണ്. ഈ ഒ എയും ഒ ബി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദെൻ ഒ ടി ഈസ് ഈക്വൽ ടു ഒ ടി തന്നെ ആയിരിക്കത്തില്ലേ? കാരണം എന്താ? ഏതൊരു വസ്തുവും അതിനോട് തന്നെ ഈക്വൽ അല്ലേ? ഒരു ലൈൻ അതിനോട് തന്നെ ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു സർക്കിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസും മറ്റൊരു സൈഡും, മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസിനോട് മറ്റൊരു സൈഡിനോട് ഈക്വൽ ആയാൽ ഈ രണ്ട് ട്രയാങ്കിൾസ് എന്തായിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ എന്തായിരിക്കും? ഒ എ ടി ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ഒ ബി ടി. അതുകൊണ്ട് കറസ്പോണ്ടിങ് സൈഡ്, ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, നമ്മൾ എല്ലാ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയി മാറും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ്, തുല്യമായിട്ടുള്ള വശങ്ങളും തുല്യമായിട്ടുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ടി ബി ഈക്വൽ, ടി എ ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? ടി ബി എന്നായിരിക്കും. ടി എ ഈക്വൽ ടു ടി ബി എന്നായിരിക്കും. ഓക്കെ, രണ്ട് സൈഡ്സ് ഈക്വൽ ആയി മാറും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ സൈഡ്സ് ഈക്വൽ ആയി മാറും. ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് ഈ സൈഡ്സ് ഈക്വൽ ആയി, കോൺഗ്രുവന്റ് ആയതുകൊണ്ട് ഈ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഒപ്പം തന്നെ ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് 90. ഇപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് എക്സ് ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? വൈ ആയിരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആംഗിൾസും ഇതും ഈക്വൽ ആയിരിക്കും.
ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയപ്പോ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ മീനിങ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ ഞാൻ ഇതിന്റെ വരയ്ക്കുകയാണത്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു വെളിയിൽ നിന്നൊരു പോയിന്റ് നിന്നും ഈ സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റ് ഇങ്ങനെ വരച്ചാൽ ഈ രണ്ട് ടാൻജന്റ് ഈക്വൽ ആയിരിക്കും. ഒപ്പം തന്നെ നമ്മളിപ്പോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, കൂടാതെ ശ്രദ്ധിക്കുക, വേറെ രീതിയിൽ കൂടെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ വെളിയിൽ നിന്ന് വരയ്ക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ടാൻജന്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ടാൻജന്റ്, ഇവിടെ സെന്റർ. ഈ ആംഗിൾ എന്താ 90 ഡിഗ്രി, ഈ ആംഗിൾ എന്താ 90 ഡിഗ്രി, ശരിയല്ലേ? ടി, ഇത് എ, ഇത് ബി എന്ന് വെച്ചോ, ഇത് ഓയാന്ന് വെച്ചോ. ഇത് ടോട്ടലി ഒരു കോട്ടിലാറ്ററൽ അല്ലേ? കോട്ടിലാറ്ററൽ ടോട്ടലി എന്താ 360 ഡിഗ്രിയാ വരണ്ടേ അല്ലേ? 360 ഡിഗ്രി അല്ലേ ടോട്ടലി വരണ്ടേ? അതുകൊണ്ട് ഇത് 90 കഴിഞ്ഞാൽ ഈ O പ്ലസ് ആംഗിൾ ടി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആംഗിൾ, ശ്രദ്ധിക്കുക, ഞാൻ ഒന്നും കൂടെ വൃത്തിയായിട്ട് വലിയ പടമായിട്ട് വരച്ചുതരാം, വളരെ പ്രധാനപ്പെട്ട ഫിഗർ ആണ്, അതുകൊണ്ട് നമുക്ക് അതൊന്നും കൂടെ നോക്കാം. ശ്രദ്ധിക്കുക, ഒരു സർക്കിളിന്റെ വെളിയിലുള്ള ഒരു പോയിന്റ്, ആ ഒരു വെളിയിലുള്ള ഒരു പോയിന്റ് നിന്നും സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റുകളാണ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുക. ഓക്കെ, ഈ രണ്ട് ടാൻജന്റുകളും ഈക്വൽ ഇൻ മെഷർ ആയിരിക്കും. ഇനി അത് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കി, ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ മക്കളെ ശ്രദ്ധിച്ചു നോക്കി. ഇതെന്താ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഇതും എന്താ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഇത് ടി, ഇത് എ, ഇത് ബി എന്നെടുത്തെന്ന് വെച്ചോ, ഇത് O ആന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഇത് കൂടാതെ അങ്ങനെയാണെങ്കിൽ ആംഗിൾ O പ്ലസ് ആംഗിൾ ടി എന്തായിരിക്കും? അതും 180 ആയിരിക്കും. കാരണം ടോട്ടലി നമുക്ക് 360 കിട്ടണം. ഇതൊരു കോട്ടിലാറ്ററലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ ഇവിടെ എന്ത് കിട്ടി? 180 കിട്ടി. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാര്യം പറയാം, ഇതിനെ ചേർത്ത് വെച്ചിട്ട് ഒരു സർക്കിള് വരയ്ക്കാൻ പറ്റും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഇതൊരു സൈക്ലിക് കോട്ടിലാറ്ററൽ ആണ്. എന്ത്? ഓ, ശ്രദ്ധിക്കുക, എന്താ ഞാൻ പറഞ്ഞതിന്റെ മീനിങ്? ഞാൻ പറഞ്ഞത് O A T B is cyclic എന്ന് പറഞ്ഞാൽ OATB ഒരു ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജമാണ്. കാരണം എന്താ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി കണ്ടുപിടിക്കുമ്പോൾ 180 കിട്ടുന്നു. ആംഗിൾ O പ്ലസ് ആംഗിൾ ടി കണ്ടുപിടിക്കുമ്പോൾ 180 കിട്ടുന്നു. അതുകൊണ്ട് ഇതിന് ചക്രീയ ചതുർഭുജമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ശ്രദ്ധിക്കുക, നിങ്ങൾ അടുത്തത് നോക്കുക. നിങ്ങൾക്കിവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ നിന്നും ഞാൻ കുറച്ച് വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. സാധാരണ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ മറക്കാതെ ചെയ്യണം. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സർക്കിളിന്റെ സെന്റർ ഇങ്ങനെയുണ്ടെന്ന് വെച്ചോ മക്കളെ. ഇവിടുന്ന് ഒരു ടാൻജന്റ് ഇങ്ങനെ വരയ്ക്കുന്ന വെച്ചോ. സർക്കിളിന്റെ ടാൻജന്റ് ഇങ്ങനെ, ഇത് പി ആണെന്ന് വെച്ചോ, ഇത് എ, ഇത് ബി. മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇവിടെ ആംഗിൾ ഒരു 80 ആണെന്ന് വെച്ചു. 80 ആണെങ്കിൽ ഇവിടെ ഓരോന്നും എത്ര വെച്ചിട്ടായിരിക്കും? നമുക്കിത് കണ്ടാ അറിയാം. ഇതെന്തായിരിക്കും? 50 വെച്ചിട്ടായിരിക്കും. കാരണം 50 പ്ലസ് 50 100, ബാക്കി 80, 180 ആയിരിക്കും. 80 കഴിഞ്ഞാൽ ടോട്ടലി 100 ഉള്ളൂ. അപ്പൊ ഓരോന്നും ഈക്വൽ ആയിരിക്കും. ഇനി അത് കൂടാതെ ഇതും ഈക്വലാ. അപ്പൊ അതുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ടോട്ടലി ഇവിടെ 90 ആ വരണ്ടേ. അപ്പൊ അതുകൊണ്ട് ബാക്കി എന്തായിരിക്കും? ഇത് 40 ആയിരിക്കും. അപ്പൊ ഇതും എന്തായിരിക്കും? 40 ആയിരിക്കും. അതിന്റെ കാരണം എന്താ മക്കളെ? അങ്ങനെ പറയാൻ കാരണം എന്താ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ടോട്ടലി വരേണ്ടത് എന്താ? 90 ഡിഗ്രി അല്ലേ? ഇവിടെ ടോട്ടലി എന്ത് വരണം? 90 ഡിഗ്രി വരണം. ഇവിടെയും എന്ത് വരണം? ടോട്ടലി 90 ഡിഗ്രി വരണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞത്? അത് ബാക്കി 50 പ്ലസ് 40 എന്നുള്ള നിലയിലേക്ക് പറഞ്ഞത്. ഇനി
നോക്കുക, ഇവിടെ ഒരു ആംഗിൾ നമ്മൾ ഇങ്ങനെ വരച്ചു വെച്ചോ, നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 80 ആണെങ്കിൽ എന്തിരിക്കും? 40 ആയിരിക്കും, ഇതിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ചെന്ന് വെച്ചു, ഇങ്ങനെ. അപ്പൊ ഇത് 40 ആണെങ്കിൽ എന്തായിരിക്കും? 140 ആയിരിക്കും, കാരണം ഇതൊരു സൈക്ലിക് കോട്ടിലാറ്ററലാണ്. മനസ്സിലുണ്ടോ? ഇനി പല രീതിയിൽ ചെയ്യാം അല്ലെ. ഇതിപ്പോ 140 ആണ്, 140 ആണ്, ഇത് 40, ബാക്കി 40, 180 മൈനസ് 40. ഇത് 40 ആണെങ്കിൽ ഇത് 80, ഇത് 80 ആണെങ്കിൽ ബാക്കി ഓരോന്നും 50-50. ഇത് 80 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഇതെന്തായിരിക്കും? ഇത് എന്തായിരിക്കും? 100 ആയിരിക്കും, കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. മനസ്സിലുണ്ടോ? കാരണം എന്താ? ഇത് ഇങ്ങനെ ഒരു സൈക്ലിക് കോട്ടിലാറ്ററലാണ്. മനസ്സിലുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വളരെ എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഓക്കെ, ഈ ഫിഗറിനകത്ത് വെച്ചിട്ട്, ഈ ഫിഗറിനകത്ത് പലതരം ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഇവിടെ ഇത് 40 തന്നു, അപ്പൊ നിങ്ങൾ ജസ്റ്റ് വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി, ഇവിടെ വെറുതെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരച്ചു. ശരി, ഇവിടെ ഞാൻ 50 തന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാം ഒന്ന് പറഞ്ഞേ. അതാണ് തന്നിരിക്കുന്നത് നമുക്ക്. ബാക്കി ഒന്ന് പറഞ്ഞേ മക്കളെ. ഇത് 50 ആണെങ്കിൽ ഇത് 50, അങ്ങനെ പറയാലോ. 50 + 50 എന്താ? 100. 100 കഴിഞ്ഞാൽ ബാക്കി എന്താ? 80. ഇനി വേറെ ഇതിലാണെങ്കിൽ 50 കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും? 40. അപ്പൊ ഇതും എന്തായിരിക്കും? 40. 40 + 40 എന്താ? 80. 80 കഴിഞ്ഞാൽ ബാക്കി എന്താ? 100. ഇത് 100 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 80 ആയിരിക്കും. ഇനി ഇവിടെ അത് 100 ആണെങ്കിൽ ഇവിടെ ഈ ആംഗിൾ എന്തായിരിക്കും? 50 ആയിരിക്കും. ശരി, ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 130 ആയിരിക്കും. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇതിന് എല്ലാത്തിന്റെയും റീസൺസ് അറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ഇതെന്താ? ഈ സെന്ററിലുള്ള ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇത്. ശരിയല്ലേ? ഹാഫ് ആണ് ഇവിടെ വരിക, ഹാഫ്. ശരിയല്ലേ? ഇനി ഇതും തമ്മിൽ എന്താ വരിക റിലേഷൻ? ഇത് സൈക്ലിക് കോട്ടിലാറ്ററലാണ്, സൈക്ലിക് ആണ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കൂട്ടുമ്പോൾ വരിക. ഓക്കെ, ഇവിടെ ടോട്ടലി എന്താ വരിക? ടോട്ടലി 90 ഡിഗ്രി വരണം. ഇവിടെ ടോട്ടലി എന്ത് വരണം? 90 ഡിഗ്രി വരണം. ശരിയല്ലേ? മനസ്സിലുണ്ടോ? ഇനി ഇത് 80 ആണെങ്കിൽ, ഇത് 80 ആണെങ്കിൽ എന്ത് വരും? ഇത് 80 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ഇത് സൈക്ലിക് ആണ്, കാരണം ഇത് 180 ഡിഗ്രി വരും. മനസ്സിലുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇപ്പൊ ടാൻജൻസുമായി ബന്ധപ്പെട്ട ആംഗിൾസിനെ കുറിച്ച് 100% ഉറപ്പായിട്ട് എക്സാമിൽ ചോദിക്കുന്നതാണ്. ഉറപ്പായിട്ടും നന്നായി പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും കിട്ടും, ആ ഫിഗറുകളോ നന്നായി മനസ്സിലാക്കി വെച്ചിരുന്നു ഞാൻ. ഇനി അടുത്തത്, ഒരു സർക്കിളിന്റെ, ശ്രദ്ധിക്കുക, വേറൊരു ഇതിനു മുമ്പത്തെ വൃത്തങ്ങളിൽ പഠിച്ച കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് കോഡുകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു, AB-യും CD-യും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുറച്ചുകൂടി ചെറുതാക്കി വയ്ക്കാം, കാരണം നമുക്ക് ഒറ്റ ഫിഗറിൽ തീർക്കാൻ വേണ്ടിയാണ്. നോക്കാം, ഒരു സർക്കിളില് നമ്മൾ രണ്ട് കോഡുകൾ വരയ്ക്കുന്നു, AB-യും CD-യും. AB-യും CD-യും നമ്മൾ കഴിഞ്ഞ വൃത്തത്തിൽ പഠിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരുന്നു നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി? AP ആണെങ്കിൽ AP × BP = CP × DP ആയിരിക്കും. ഇനി ഇത് തന്നെ മക്കളെ ശ്രദ്ധിക്കുക, പെർപെൻഡിക്കുലർ ആയാൽ എന്ത് സംഭവിക്കും? അത് നമ്മളിപ്പോ പഠിച്ചു, അറിയായിരുന്നു നമുക്ക്. ഇത് AB, ഇത് P ആണ്, ഇത് C ആണ്, ഇത് D ആണ്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? AP × BP = CP × DP ആണ്. ആ DP-യും CP-യും ഈക്വൽ ആണ് അല്ലെ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ബൈസെക്ട് ചെയ്യും, അതുകൊണ്ട് CP = DP ആണ്. അതുകൊണ്ട് എന്താ? CP × CP = CP².
എ പി ഇൻറ്റു ബി പി ഇസ് ഇക്വൽ ടു സി പി സ്ക്വയർ ആയിരിക്കും. ഇവിടെ എ പി ഇൻറ്റു ബി പി ഇസ് ഇക്വൽ ടു സി പി ഇൻറ്റു ബി പി ആയിരിക്കും. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ നേരത്തെ വൃത്തത്തിൽ പഠിച്ചതാണ്. ഇവിടെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് വെളിയിലാണ് പോയി കൂട്ടിമുട്ടുന്നത് വെച്ചാൽ ഇങ്ങനെ എ ബി പി സി ഡി പി. അപ്പോഴും ഇതേ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കിയേ, എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി പി. ഓക്കെ, എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ഡി പി. ഇതിന്റെ തന്നെ ടാൻജന്റ് ഒരെണ്ണം ടാൻജന്റ് ആണെന്ന് വെച്ചോ. ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ പോകുന്നു, പക്ഷെ അടുത്തത് ഇവിടെ ടാൻജന്റ് ആണ്. ഇത് എ, ഇത് ബി, ഇത് പി, ഇത് ടാൻജന്റ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ടി എന്ന് എഴുതും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല എന്ത് വരും നോക്കിയേ, എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു പി ടി ഇൻറ്റു പി ടി എന്ന് വരും. എന്ന് പറഞ്ഞാൽ പി ടി സ്ക്വയർ എന്ന് വരും. ോ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എ പി ഇൻറ്റു ബി പി ഈസ് ഈക്വൽ ടു പി ടി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. 1, 2, 3, 4. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ടാൻജന്റ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഒരു സെമി സർക്കിൾ ആണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇവിടെയൊക്കെ സെമി സർക്കിൾ വരുന്നു വെച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് ചില സമയത്ത് ചില ക്വസ്റ്റ്യനില് ഇപ്പൊ ഇവിടെ ജസ്റ്റ് നമുക്കൊരു കാണിച്ചു തരാം. ചില സമയത്ത് ചില ക്വസ്റ്റ്യൻ എങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ കൊണ്ട് വരയ്ക്കും. ഇത് സെമി സർക്കിൾ ആണെന്ന് കൂടെ പറയും. ഇത് ടാൻജന്റ്. അപ്പൊ ഓൾറെഡി ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഏതൊരു ആംഗിളും സെമി സർക്കിളിൽ നമ്മൾ ഏതൊരു ആംഗിൾ വരച്ചാലും അതെന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച വൃത്തത്തില്. കാരണം എന്താ, ഇവിടെ 180 ഡിഗ്രിയാണ്, ആ 180യുടെ ഹാഫ് ആണ് 90. ഇതെല്ലാം 90 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലോ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, നമ്മള് ഈ രീതിയിൽ നമുക്ക് ടാൻജൻസിന്റെ ഭാഗത്തുനിന്ന് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ സെമി സർക്കിൾ വരാം. അപ്പൊ ഇവിടെ സെന്റർ, ഇവിടെ നമ്മളിപ്പോ ഇങ്ങനെ സെന്റർ എടുക്കുന്നു, ശരിയല്ലേ? ഈ സെന്റർ എടുക്കുന്നു, ആ സെന്ററിന്റെ ഈ ആംഗിളുകളും ഈ ആംഗിളൊക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ 1-2 കാര്യങ്ങളോട് പറഞ്ഞു നിർത്തിയിട്ട് തരാം. ഒരു ത്രികോണം, അപ്പൊ നമ്മളിപ്പോ ഈ ടാൻജൻസ് വെച്ചിട്ട് നമുക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിനകത്ത് ഒരു വൃത്തം വരാൻ പറ്റും. എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ ഇവിടെ പി, ഇത് ക്യൂ, ഇത് ആർ. ഇതും ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടാൻജൻസ് അല്ലേ? അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇതും ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇത് വൈ, ഇതും ഇതും ഈക്വൽ ആയിരിക്കും. ഇത് ഇസഡ് ആണെങ്കിൽ ഇത് ഇസഡ്. ഓക്കെ, എക്സ് വൈ ഇസഡ്. ഓക്കെ, സോ ഈക്വൽ ആയിരിക്കും. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസഡ് എക്സ് പ്ലസ് ഇസഡ് ആയിരിക്കും. ബി സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. എ സി എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് വൈ ആയിരിക്കും. സംശയമല്ലോ? അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വൃത്തത്തെ എന്തിനകത്ത് ചോദിക്കാം? ഒരു ക്വാഡ്രിലാറ്ററലിൽ ചോദിക്കാം. എ ബി സി ഡി. ഓക്കെ, പി ക്യു ആർ എസ്. അപ്പൊ ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഇത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. ഇനി ഇത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ഇത് വൈ. ഇത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് എം ആണെങ്കിൽ ഇത് എം.
ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് n ആണെങ്കിൽ ഇത് n. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെ ഒരു പ്രത്യേകത. ഇത് ടാൻജന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ വെച്ചേക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി. ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ അങ്ങനെ തന്നെ സെന്ററിലേക്ക് ഇങ്ങനെ വരച്ചാ 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ശരിയല്ലേ? ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. മനസ്സിലുണ്ടോ മക്കളെ? അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് ചില സൈഡ്സ് ഇതിനകത്ത് ചില ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ ഈ സൈഡ്, ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് തന്നു, ഇതും തന്നു, ഇത് എന്നിട്ട് പറഞ്ഞ് ചോദിക്കണം എം എന്താ, ഈ ലെങ്ത് എന്താന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചോദിക്കാം. അതുപോലെ ഇവിടെ എക്സ് ഈ ലെങ്ത് തന്നു, എന്നിട്ട് ഇതെന്താന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇതിനെ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ എഴുതിയിരിക്കുന്നു, ഇസഡ് പ്ലസ് വൈ എഴുതിയിരിക്കുന്നു, എക്സ് പ്ലസ് ഇസഡ് എഴുതിയിരിക്കുന്നു എന്ന് വെച്ച് കണ്ടുപിടിക്കണം. മനസ്സിലുണ്ടോ? അപ്പൊ ഈ രീതിയിൽ വേണം നിങ്ങളിത് പഠിക്കാൻ. ഓക്കെ, ദെൻ ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് ടാൻജൻസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. എപ്പോഴും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു ടാൻജൻസിന് ആംഗിൾസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഇത് ഇനി രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധാരണ ഗതിക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഒരു മക്കളെ ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിളിനകത്ത് ഒരു വൃത്തം വരയ്ക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കുക. ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ആംഗിൾ എടുത്തിട്ട് ബൈസെക്ടർ വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ആംഗിൾ ബൈസെക്ടർ. അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടർ, അതേപോലെ ഇവിടുത്തെയും ആംഗിളിന്റെ ബൈസെക്ടർ, അങ്ങനെ ഈ രണ്ട് ആംഗിൾ ബൈസെക്ടറുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇല്ലേ മക്കളെ, അതിനെയാണ് ഇൻ സർക്കിൾ, ആ എന്താ വൃത്തത്തിനകത്തുള്ള ത്രികോണത്തിനകത്തുള്ള വൃത്തം. മനസ്സിലായോ? വെളിയിലുള്ള വൃത്തത്തിനെ നമ്മൾ സർക്കം സർക്കിൾ, പരിവൃത്തം എന്ന് പറയും. ഇത് അന്തർവൃത്തം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു നോക്കണം. എങ്ങനെയാണ് ഒരു ലൈനിന്റെ പെർപെൻഡിക്കുലർ വരയ്ക്കുക? നമ്മൾ ഇവിടുന്ന് ഒരു പോയിന്റ് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, പകുതി കൂടുതൽ എടുക്കുക, ഇവിടുന്ന് ഒരു പകുതി കൂടുതൽ എടുക്കുക, വരയ്ക്കുക. അതാണ് അതിന്റെ പെർപെൻഡിക്കുലർ. മനസ്സിലുണ്ടോ? അപ്പൊ പെർപെൻഡിക്കുലർ. അപ്പൊ ഇതാണ് എന്താ ആംഗിൾ ബൈസെക്ടറുകളുടെ കോണുകളുടെ പകുതി. ആ പകുതികൾ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ഒരു അന്തർവൃത്തത്തിന്റെ സെന്റർ, കേന്ദ്രം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടറിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ് ഇൻ സർക്കിളിന്റെ സെന്റർ. അതേപോലെ ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ബൈസെക്ടർ വരയ്ക്കാം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതേപോലെ എങ്ങനെ നോക്കാം, ഇങ്ങനെ പെർപെൻഡിക്കുലർ പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലോട്ട് താഴോട്ട് വരയ്ക്കാം, ഇവിടെയും പകുതി കൂടുതൽ എടുത്തിട്ട് മുകളിലോട്ട് താഴോട്ട് വരയ്ക്കാം, ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും എന്ത്? സർക്കം സർക്കിളിന്റെ സെന്റർ, പരിവൃത്തം. ഇത് ഇൻ സർക്കിൾ ആണ്, ഇത് സർക്കം സർക്കിൾ ആണ്. ഓക്കെ, ഇൻ സർക്കിള്, സർക്കം സർക്കിൾ. ഇതെന്താ? അന്തർവൃത്തം. ഇതോ പരിവൃത്തം. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആംഗിളുകളുടെ ബൈസെക്ടർ ആണ്. ഇവിടെ സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങളുടെ അറിഞ്ഞിരിക്കണം. കാരണം ഇതെല്ലാം ടാൻജന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇത് ടാൻജന്റ് ആണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഇത് ടാൻജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ബേസിക് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വൃത്തവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും, ടാൻജൻസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കൺസെപ്റ്റ്സ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ വെച്ചാല് നന്നായിട്ട് ഇത് ചെയ്ത് പഠിക്കണം, വരച്ചു പഠിക്കണം. ഇത് ശരിക്കും നോക്കി അധികമൊന്നും പഠിക്കാനില്ല അല്ലേ? എന്താ പഠിക്കാനുള്ളത്? രാത്രിക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇത് നന്നായിട്ട് വരച്ചു പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് വൃത്തം തൊടുവര എന്ന് പറയുന്ന ടാൻജൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായി വരച്ചു പഠിച്ച ഒരു 1 hour കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.